നമസ്കാരം. ഇന്ന് മെട്രോ ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ 3 സിനിമകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. 2 ഡോക്യുമെൻ്ററിയും 1 ഷോർട്ട് ഫിലിമാണ്. അതിൻ്റെ സംവിധായകർ ഇവിടെ വന്നിട്ടുണ്ട്. ആര്യ ഭഗവാന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്, അതിൻ്റെ സംവിധായകൻ ആര്യ ഭാർഗവൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ദേവകൃഷ്ണനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് ഒരു ഷോർട്ട് ഫിലിമാണ്. രണ്ടാമത്തെ ഒരു ഡോക്യുമെൻ്ററിയാണ്. അതിൻ്റെ സംവിധായകൻ PS വാക്കുകൾക്ക് തീ പിടിച്ച കാലം, അതാണ് സിനിമ. മൂന്നാമത്തെ സിനിമ ശവംവാടി, അത് റിതിൻ രാജേന്ദ്രനും റിതിൻ രവീന്ദ്രനും ഷെമിൻ സെയ്ദും കൂടി എടുത്തിട്ടുള്ള സിനിമയാണ്. അതും ഒരു ഡോക്യുമെൻ്ററി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. റിതിൻ രവീന്ദ്രൻ ചേർന്നിട്ടുണ്ട്. അപ്പോൾ 3 പേരെയും ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ആര്യ ഭാർഗവന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്, അതൊരു 28-കാരി ആ കുട്ടി ഒരുപാട് സ്വപ്നങ്ങൾ, കാറ്റുപോലെ വേഗത്തിൽ ഓടണം എന്നുള്ളൊരു സ്വപ്നം വെച്ച് നടക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ നമ്മുടെ ഒരു കാറിൻ്റെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടല്ലോ വെച്ചെടുക്കുന്നത്, അപ്പം അതിൽ ആ ടെസ്റ്റിൽ പരാജയപ്പെടുകയാണ്. പക്ഷെ പിന്നീട് ആ കുട്ടിക്ക് സംഭവിക്കുന്നതും ആ കുട്ടി ജീവിതത്തിൽ വിജയിച്ച് മുന്നേറുന്നതും ഒരു സിനിമയാണ് ഈ ആര്യ ഭാർഗവന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന സിനിമ. ഇദ്ദേഹം ദേവകൃഷ്ണൻ ഇതിന് മുന്നേ ഒരു ഫീച്ചർ ഫിലിം എടുത്തിട്ടുണ്ട്, സീ ഓഫ് ലവ്. അത് നമ്മുടെ എടപ്പള്ളി വനിതാ തിയേറ്ററിൽ ഒരു 3-4 മാസം മുന്നേ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. അത് പുതുമുഖ നടിമാരുമാണ് അതിന് അഭിനയിച്ചിട്ടുള്ളത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രമേയമാണ് ആ സിനിമ കൈകാര്യം ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള പാട്ടും വളരെ നല്ലൊരു സിനിമയും ഒരു അനുഭവമായിരുന്നു. ഈ ആര്യ ഭാർഗവന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നുള്ള സിനിമ 20 മിനിറ്റാണ്. 2026 സിനിമ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത് അധികവും പുതുമുഖ നടികളും നടന്മാരുമാണ്. അതിൽ ജാസ്മിൻ ജാഫർ, ഗാബ്രി ജോസ്, ടിനി ടോം, കോട്ടയം രമേശ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഒരുപാട് വേദികളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പുരസ്കാരങ്ങളും നാമനിർദ്ദേശങ്ങളും ഈ സിനിമയ്ക്ക് ഇതിനോടകം തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 4-5 പുരസ്കാരങ്ങളും നാമനിർദ്ദേശങ്ങളും ഇവിടെ പറയുകയാണ്. 1 അയോധ്യ ഫിലിം ഫെസ്റ്റിവലിൽ 2ാമത്തെ മികച്ച എക്സ്പെരിമെൻ്റൽ ഫിലിം പ്രചോദനാത്മക സിനിമയ്ക്കുള്ള പുരസ്കാരം ഈ ചിത്രം നേടിയിട്ടുണ്ട്. 2ാമതായിട്ട് ചമ്പൽ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമയ്ക്ക് മികച്ച ചിത്രത്തിനും മികച്ച കഥയ്ക്കും എന്ന വിഭാഗങ്ങളിൽ ഈ സിനിമ നാമനിർദ്ദേശം നേടിയിട്ടുണ്ട്. അതുപോലെ ബയോസ്കോപ്പ് ഗ്ലോബൽ ഫിലിം ഫെസ്റ്റിവലിൽ ഔദ്യോഗിക തിരഞ്ഞെടുപ്പിൽ ഈ ഫിലിം ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂർ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലും ഈ സിനിമ ഒഫീഷ്യൽ സെലക്ഷൻ ആയിട്ടുള്ളൊരു ഇതാണ്. ഇത് കൂടാതെ പല വേദികളിലും ഇത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് ഈ സിനിമയെ കുറിച്ച് കിട്ടിയിട്ടുള്ളത്. ദേവകൃഷ്ണൻ ഇതിനു മുന്നേ നിരവധി ഹ്രസ്വ ചിത്രങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം സ്വന്തമായിട്ട് തിരക്കഥ എഴുതി തൻ്റെ ആദ്യ ഫീച്ചർ ഫിലിം സംവിധാന നിലയിൽ ഒരുക്കുന്ന തിരക്കിലാണ്. തിരക്കഥ രചിച്ച് അത് സംവിധാനം ചെയ്യുന്നൊരു തിരക്കിലാണ് അദ്ദേഹത്തെയും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സാങ്കേതിക പ്രവർത്തകരെയും ഇന്ന് സ്വാഗതം ചെയ്യുകയാണ്. 2ാമത്തെ സിനിമ ഒരു ഡോക്യുമെൻ്ററിയാണ്, ഡേയ്സ് ഓഫ് ബേർഡിനെ കുറിച്ച്, വാക്കുകൾക്ക് തീ പിടിച്ച കാലം. അത് 2025 സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ PS അതിൻ്റെ ശീർഷകം പറയുന്ന പോലെ തന്നെ വാക്കുകൾക്ക് തീ പിടിച്ച കാലം അതൊരു രാഷ്ട്രീയ പ്രമേയമായിട്ടൊരു സിനിമയാണ്. നമ്മൾ മറന്നു പോകുന്ന പല ചരിത്രങ്ങളുമുണ്ട്. പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ല കുറച്ച് ചരിത്രങ്ങൾ. കാരണം നമ്മളിന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മകളിലൂടെ കണ്ടെത്തുന്നതാണ്. ആ ഓർമ്മകൾ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതാണ്. അത് പുതിയ തലമുറയിലെ കുട്ടികൾ അത് അറിയേണ്ടതാണ്. ഈ സിനിമയുടെ പശ്ചാത്തലം പണ്ട്
നമ്മൾ മുതിർന്നവർ ഇവിടെ ഇരിക്കുന്നില്ല, നമുക്ക് പലപ്പോഴും അറിയായിരിക്കും 1967 നടന്നിട്ടുള്ള നക്സൽ ബാരി കലാപം. അത് വെസ്റ്റ് ബംഗാളിൽ നടന്നിട്ടുള്ള ഒരു കലാപമാണ്. അത് വളരെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അതിൻ്റെ ഒരു അലയൊലികൾ നമ്മുടെ കേരളത്തിനും എത്തിയിട്ടുണ്ടായിരുന്നു. 1968 തലശ്ശേരിയിലെയും പുൽപ്പള്ളിയിലെയും പോലീസ് സ്റ്റേഷനുകൾ നക്സലൈറ്റ്സ് ആക്രമിക്കുകയുണ്ടായി. പക്ഷേ അത് അടിച്ചമർത്തപ്പെട്ടു. അപ്പോൾ അതൊരു പൂർണ്ണമായിട്ടൊരു പരാജയം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഭരണകൂടം അത്രയും സ്വാധീനം ചെലുത്തുന്നവരും അത്രയും ശക്തരായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ അവരായിരിക്കാം വിജയിച്ചിട്ടുണ്ടാവുക. പക്ഷേ അന്ന് ആ നക്സലൈറ്റ് സമരത്തിൽ പങ്കെടുത്തുള്ള കുറച്ച് പേര് സാധാരണ ഇതുപോലത്തെയൊക്കെ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലത്തെയൊക്കെ കലാപങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നേതാവിനെ മാത്രമേ നാം ഒക്കെ പരിചയപ്പെടുകയുണ്ടാവുള്ളൂ. പക്ഷേ ഇതിൻ്റെ സംവിധായകൻ ആ കലാപത്തിൻ്റെ പുറകെ പ്രവർത്തിച്ചവരെയൊക്കെ ചെന്ന് കണ്ട് അവരുമായിട്ട് അഭിമുഖം നടത്തി ആ ചരിത്രം നമ്മെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് CPM മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ലേബലിൽ നക്സൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഇതുവരെ ചരിത്രം അറിയാതെ പോയൊരു ചരിത്രമാണ് ഇദ്ദേഹം ഈ സിനിമയിലൂടെ നമുക്ക് വരച്ചു കാണിക്കുന്നത്. ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ ഛായാഗ്രഹം നസീറിന്റെ ജോമോനാണ്. എഡിറ്റിംഗ് വിശാഖ് അഖിലേന്ത്യ, സംഗീതം സത്യജിത്താണ് നടത്തിയിട്ടുള്ളത്. PS രാജീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 18 വർഷം മാധ്യമ രംഗത്ത് അദ്ദേഹം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൈരളി TV, ഏഷ്യാനെറ്റ് ചാനൽ, സഫാരി എന്നീ ടെലിവിഷൻ ചാനൽ അദ്ദേഹം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇതിനോടകം തന്നെ അദ്ദേഹം 12 ഡോക്യുമെൻ്ററി ചിത്രങ്ങളും നിരവധി ഹ്രസ്വ ചിത്രങ്ങളും സംഗീത ആൽബങ്ങളും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ടർക്കിയുടെ സജീവ അംഗം കൂടിയാണ് PS രാജീവ്. അതുപോലെ തന്നെ സംവിധായകരായ ഷാഫിയും റാഫി മെക്കാട്ടിൻ എന്നിവരോടൊപ്പം വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ PS രാജീവ്. 2011 ചൈന ടൗൺ, 2012 101 വെയിറ്റിംഗ്, 2014 റിംഗ് മാസ്റ്റർ എന്നീ ചിത്രങ്ങൾ അവരോടൊപ്പം സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ശ്രീ PS രാജീവ്. അദ്ദേഹത്തെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന സാങ്കേതിക വിദഗ്ധരെയും സ്വാഗതം ചെയ്യും. മൂന്നാമത്തെ സിനിമ ഷൗവാരി എന്ന സിനിമയാണ്. അതും ഒരു ഡോക്യുമെൻ്ററി ഫിലിമാണ്. അത് എടുത്തിരിക്കുന്നത് സംവിധാനം ചെയ്തിരിക്കുന്ന നിതിൻ രവീന്ദ്രൻ. ഇതും നമ്മൾ കാണേണ്ട ഒരു ഡോക്യുമെൻ്ററിയാണ്. കാരണം നമ്മളെല്ലാം ഒരു ദിവസം മരിക്കും. നമ്മളെല്ലാം മരിക്കുമ്പോൾ നമ്മുടെ ശവസംസ്കാര ചടങ്ങുകൾ നടത്താനായിട്ട് നമ്മുടെ അടുത്തുള്ള ബന്ധുമിത്രാദികളും നാട്ടുകാരും എല്ലാവരും ഉണ്ട്. പക്ഷേ അനാഥരായി മരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. നമ്മളൊന്നും ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അറിയുക കൂടി ചെയ്തിട്ടില്ല അവരുടെയൊക്കെ മൃതദേഹങ്ങൾ ആരാണ് സംസ്കരിക്കുന്നത്, എങ്ങനെയാണ് സംസ്കരിക്കുന്നത് എന്നുള്ളത്. ഇത് ആലുവയിൽ ജീവിക്കുന്ന ഒരു ബിനു എന്ന് പറയുന്ന ഒരാൾ, ഞാനും ഒരു ആലുവക്കാരിയാണ്. ഈയിടെയായിട്ട് ആണ് അദ്ദേഹത്തിനെ കുറിച്ച് പത്രത്തിൽ ഞാൻ വായിച്ചറിഞ്ഞത്. അപ്പോൾ ആലുവയിൽ ജീവിക്കുന്ന ഈ ബിനു എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററിയാണ്. അനാഥമായി കിടക്കുന്ന ജനങ്ങൾ, അത് പോലീസിന് സഹായം കൊണ്ട് ഇദ്ദേഹം പോലീസുകാർ മിക്കപ്പോഴും ഇദ്ദേഹത്തിനെയാണ് വിളിക്കാറുള്ളത്. ഏകദേശം ഒരു 15 വയസ്സ് മുതൽ ഇദ്ദേഹം ഈ തൊഴിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഈ അനാഥ മൃതദേഹങ്ങളെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരും മരിക്കുമ്പോൾ നമ്മൾ ഹിന്ദു ആയിരിക്കാം, മുസ്ലിം ആയിരിക്കാം, ക്രിസ്ത്യൻ ആയിരിക്കാം, ഓരോരുത്തരുടെ ആചാരപ്രകാരം കഴിയുന്നത്ര ഇദ്ദേഹം അത് ചെയ്തു കൊടുത്ത് അവർക്കൊരു ആദരവർത്തിച്ച് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ശവസംസ്കാരമാണ് ഇദ്ദേഹം. വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഒന്നും ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളൊക്കെ നേടിയിട്ട പഠിപ്പും വിദ്യാഭ്യാസവും ഇതുപോലത്തെ മനസ്സുള്ള ആൾക്കാരുടെ മുമ്പിൽ ഒന്നുമില്ലാതെ തീയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള ഒരാളെ കുറിച്ച് ഇത്തരത്തിലൊരു ഡോക്യുമെൻ്ററി എടുത്ത സംവിധായകന് ഞങ്ങളുടെ നിറഞ്ഞ കയ്യടി കൊടുത്തിരിക്കുകയാണ്. ഇദ്ദേഹം ഏകദേശം 15-ാം വയസ്സ് മുതലാണ് ഈ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ഏകദേശം ഈ ഒരു കാലയളവിൽ അദ്ദേഹം ഏകദേശം ഒരു 3000-ഓളം അനാഥ മൃതദേഹങ്ങളെയാണ്
ഈ വിധത്തിൽ സംസ്കരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏകദേശം 2500ഓളം മൃതദേഹങ്ങളെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ, ഇദ്ദേഹം വലിയ ധനികനോ വലിയ പണക്കാരനോ ഒന്നുമല്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് നീക്കി വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ വലിയൊരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ സ്വാഭാവികമായിട്ടും കുടുംബവും സമൂഹവും ഒക്കെ ആരും അത്ര വലിയൊരു അംഗീകാരമൊന്നും സ്വാഭാവിക രീതിയിൽ കൊടുക്കില്ല. അപ്പൊ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു അംഗീകാരമാണ് ഇങ്ങനെ എടുത്തിട്ടുള്ള ഒരു സിനിമ. രജിന്റെ വീടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നടനും സംവിധായകനുമാണ്, ചലച്ചിത്ര പ്രവർത്തനം കൂടിയാണ്. അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തണമെങ്കിൽ അദ്ദേഹം ഈ അടുത്ത് വന്നിട്ടുള്ള വളരെ ബോക്സ് ഫിലിമായിട്ടുള്ള എമ്പുരാൻ, ലൂസിഫർ, ബ്രോഡായി, അയ്യപ്പൻ കോശി എന്നീ സിനിമകളിലൊക്കെ അവരുമായിട്ട് അതിൻ്റെ സാങ്കേതിക പ്രവർത്തനവുമായിട്ട് വളരെ അടുത്ത് സഹകരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്.